Hello guys, welcome back to the video. So, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും കമന്റ് ബോക്സിലൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു 10,000 rupees താഴെയുള്ള സ്മാർട്ട് ഫോൺസിന്റെ വീഡിയോ ഇടാമെന്ന്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 10,000 rupees താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് 5G സ്മാർട്ട് ഫോൺസ് ആണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ടെക് വീഡിയോയുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിയാൽ സൈഡിൽ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓളൊക്കെ ഇടുക. ഇതൊക്കെ ഞാൻ പറഞ്ഞു മടുത്ത് നിങ്ങളും കേട്ട് മടുത്ത് കാണും. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. ലിസ്റ്റിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് റെഡ്മിയുടേതാണ്. റെഡ്മി 14C 5G. അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത പെർഫോമൻസും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയൊക്കെ വെച്ച് വരുന്ന കുഴപ്പമില്ലാത്തൊരു ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120 Hz LCD ഡിസ്പ്ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 4 Gen 2 ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള പ്രോസറാണ്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 8 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം ഫുൾ HD 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5160 mAh ബാറ്ററിക്കാണ് വരുന്നത്. 18 വാട്ട്സിന്റെ ചാർജിങ് ആണ്. സോ ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 4+64GB ROM വേരിയന്റ് 9,499 rupees ഓൺലി. പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ പോക്കോ M7 നോക്കാവുന്നതാണ്. സെയിം പ്രൈസിങ്ങിലാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇൻഫിനിക്സിൻ്റെ ഒരു സ്മാർട്ട് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഫിനിക്സ് നോട്ട് 50X എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ ഡയമൻസിറ്റിയുടെ 7300 അൾട്ടിമേറ്റ് എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ്. സോ ഈ ഒരു പ്രൈസിൽ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് തരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഈ ഒരു ഫോണിൻ്റെ 6+128GB ROM വേരിയന്റ് 11,175 rupees വരുന്നത്. സോ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് പോക്കോയുടേതാണ്. പോക്കോ M6 സോ ഇതും ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ്. ഒരു കിടലം ക്യാമറ ക്വാളിറ്റിയും നല്ലൊരു പെർഫോമൻസും ഒക്കെ ചേരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. 120 Hz ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേക്കാണ് വരുന്നത്. 150 nits ബ്രൈറ്റ്നസ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ പ്രോസസറാണ്. സ്നാപ്ഡ്രാഗന്റെ 4 Gen 2 ആണ്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 108 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ കിട്ടുന്നുണ്ട്. പിന്നെ 2 മെഗാപിക്സലിന്റെ ഒരു ഡെപ്തും 13 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 1080p വീഡിയോ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5030 mAh ബാറ്ററിക്കാണ് വരുന്നത്. 33 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+128GB ROM വേരിയന്റ് 11,298 rupees വരുന്നത്. എനിക്കറിയാം കുറച്ച് പ്രൈസ് കൂടി പോയിട്ടുണ്ട്. സോ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാവുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് മോട്ടോയുടേതാണ്. മോട്ടോ G35. സോ നിങ്ങളൊരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ, ഒരു കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസിലും നല്ലൊരു കിടിലം ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയിലൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ് നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120 Hz ഫുൾ HD പ്ലസ് LTPS LCD ഡിസ്പ്ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ യൂണിസോക്കിന്റെ T760 എന്ന് പറയുന്ന പ്രോസറാണ്. കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 8 മെഗാപിക്സലിന്റെ ഒരു ക്യാമറ, 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. സോ ഒരു കിട്ടിലും ക്യാമറ ക്വാളിറ്റിക്കും വീഡിയോ ക്വാളിറ്റിക്കൊക്കെ ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ, അതായത് 4K വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണും പരിഗണിക്കാവുന്നതാണ്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിക്കാണ് വരുന്നത്. 18 വാട്ട്സിന്റെ ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ബോക്സ് 14 വരുന്നത്. ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 4+128GB ROM വേരിയന്റ് 10,137 rupees വരുന്നത്. അത്യാവശ്യം ഒരു കിട്ടിലും ക്യാമറ ക്വാളിറ്റിക്ക് ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. 4K വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ പ്രോസസറും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു നോർമൽ പ്രോസസറാണ് ഇവിടെ വരുന്നത്. സോ അതൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് പോക്കോയുടേതാണ്. പോക്കോ M6 Pro അല്ലെങ്കിൽ നമ്മുടെ റെഡ്മി 12 5G രണ്ടിലും സെയിം സ്പെസിഫിക്കേഷൻസ് ആണ് വരുന്നത്. ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ വേറെ ഒന്നുമില്ല, 90 Hz LCD ഡിസ്പ്ലേക്കാണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസറും സ്നാപ്ഡ്രാഗന്റെ 4 Gen 2 ആണ്. പിന്നെ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് 1080p 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത ഒരു വീഡിയോ ക്വാളിറ്റിയും കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. പിന്നെ ഈ ഒരു 4 Gen 2 നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 10,000 ബഡ്ജറ്റ് റേഞ്ചിൽ അത്യാവശ്യം ഒരു നല്ല പ്രോസറാണ്. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 18 വാട്ട്സിന്റെ ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ബോക്സ് 113 വരുന്നത്. സോ അത് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. നമ്മുടെ പോക്കോ M6 Proയുടെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഇതിന്റെ 64GB ROM വേരിയന്റിന് 10,999 rupees വരുന്നത്. പക്ഷേ കറന്റ് അൺഅവൈലബിൾ ആണ്. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിന്റെ 128GB ROM വേരിയന്റ് 11,999 rupees വരുന്നത്. പിന്നെ ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ 11,399 rupees വാങ്ങാവുന്നതാണ്. സോ അത് നോക്കുക. അല്ലെങ്കിൽ നമ്മുടെ റെഡ്മി 12 5Gയുടെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഇതിന്റെ 6+128GB ROM വേരിയന്റ് 13,999 rupees വരുന്നത്. സോ ബഡ്ജറ്റ് അല്പം കൂടെ കൂട്ടാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റെഡ്മി 12 5G നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ പോക്കോ M6 Pro നോക്കാവുന്നതാണ്.
സോ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഐക്യൂൻ്റെതാണ് iQOO Z9X അല്ലെങ്കിൽ വിവോ T3X. രണ്ടിലും സെയിം സ്പെസിഫിക്കേഷൻസ് ആണ് വരുന്നത്. സോ ഇതും ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ്. ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റിയും നല്ലൊരു പെർഫോമൻസ് ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ. ഡിസ്പ്ലേക്ക് വരുമ്പോൾ 120 ഹെർട്സിന്റെ ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേക്കാണ് വരുന്നത് വിത്ത് പഞ്ച് ഹോൾ. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 6 Gen 1 ആണ്. സോ ഒരു നല്ല പെർഫോമൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 2 മെഗാ പിക്സലിന്റെ ഒരു ഡെപ്തും 8 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. സോ 4K വീഡിയോസ് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ മോട്ടോ G35 അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു iQOO Z9X അല്ലെങ്കിൽ വിവോ T3X ഏതെങ്കിലുമൊക്കെ നോക്കാവുന്നതാണ്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6000 mAh ബാറ്ററിയൊക്കെയാണ് വരുന്നത്. 44 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ബോക്സ് Android 14 വരുന്നത്. സോ ഈ ഒരു സ്മാർട്ട് ഫോണും ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. സോ നമ്മുടെ iQOO Z9Xന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഇതിന്റെ 4+ 128GB ROM വേരിയന്റ് 11,999 rupees വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ സാധനം 10,499 rupees വാങ്ങാവുന്നതാണ്. പിന്നെ നമ്മുടെ വിവോ T3Xലേക്ക് വരുമ്പോൾ ഇതിന്റെ 128GB ROM വേരിയന്റ് 13,999 rupees വരുന്നത്. പിന്നെ ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ 13,299 rupees വാങ്ങാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ iQOO Z9X എടുക്കുകയാണെങ്കിൽ ഈ ഒരു 10,000 rupees വാങ്ങാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് 10,000 rupees താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് 5G സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ടെക് വീഡിയോസിൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സൈഡിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊക്കെ ഇടുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ മടുത്ത് കാണും. അപ്പോൾ ഇതൊരു മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ.